മനസ്സിലായോ? പിന്നെ എല്ലാവർക്കും അറിയാം, എന്നെ കാണാൻ വരണമെങ്കിൽ 10-20 ദിവസം മുന്നേ ബുക്ക് ചെയ്യണം. എന്നിട്ട് എന്നെ വന്ന് കണ്ടാലോ ഈ ഒരു നോട്ടം മാത്രം കാണാൻ പറ്റും, വേറെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ ഉണ്ട്, അവരൊക്കെ പോകണം, ഒരു ജീവിക്കണ്ടേ. അപ്പൊ എനിക്കെന്തില്ല, കറാമത്തൊന്നുമില്ല, അങ്ങനെ ആരും പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ അല്ലാഹു നൽകട്ടെ. എത്ര ബാങ്ക്? 12. അപ്പോ 10 മിനിറ്റ് ദുആ ചെയ്യാൻ. അടുത്ത മജ്‌ലിസ് 27-ാം തീയതിയാണ്. 24 പെണ്ണുങ്ങളോട് വീണ്ടും പറയാം, ആ എൻട്രൻസിന്റെ അവിടെ റഹ്മത്തിന്റെ മലക്കുണ്ടാവും. അപ്പൊ നിങ്ങൾ പോകുമ്പോ ഒരാളെ തള്ളി മാറ്റി, വാശത്തികളൊക്കെ തള്ളി മാറ്റി, എന്റെ അമ്മീ പെണ്ണന്മാരെ ഈ കാലെല്ലാം മുതൽ നിങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഒരാളെ വേണ്ടി തുടരും. അതുകൊണ്ട് മെല്ലെ മെല്ലെ കുറച്ച് അവിടെ പോകാം. ആൾക്കാർ എളുപ്പം വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ഇല്ലല്ല, അടുത്ത മാസം പോലീസൊക്കെ ഉണ്ട് അവിടെ. ഞാൻ നിങ്ങളോട് 9 മണിക്കൂർ വരാൻ പറഞ്ഞു. അക്കാ, ഞാൻ നിങ്ങളോട് 9 മണിയല്ലേ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യുന്നു. ഒരു ഡയാലിസിസ് രോഗിയിൽ ഒരുപാട് വിഷമായിട്ടുണ്ട്. ഷുഹൈബ് തങ്ങൾ വന്നിട്ടുണ്ടോ? ഷുഹൈബ് തങ്ങൾ വന്നിട്ടുണ്ടോ? അവിടെ വന്നിട്ട് കാര്യമില്ല. ഒരു രോഗി, ഒരാള് കിഡ്നി രോഗമായിട്ട് പരിപൂർണ്ണ ശിഫ അതും വിഷമം പറഞ്ഞിട്ട് വന്നിരുന്നു. അതിന് ഞാൻ 50,000 കൊടുത്താൽ നിനക്ക് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? എന്നിട്ടാണ് ഓരോരുത്തരും തങ്ങളിപ്പോ പൈസ വാങ്ങി പെട്ടിയിടുകയാണ്. എന്നെ കാണാൻ വന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീട് ഞാൻ പറയാം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് 50,000 ചെയ്യാട്ടോ. പുല്ല് തോന്നി ദ്വാരക്കില്ല. എപ്പോഴും എനിക്ക് ദ്വാരക്കാരനെ വരും, എപ്പോഴും എന്റെ കൂടെ പഠിപ്പിക്കുന്ന ദ്വാരക്കാരനെ വരും. ഇനി ആ തങ്ങളിപ്പോ ഒത്തിരി ദൂരത്തിന് പോയി എല്ലാ ഈ സ്വലാത്താണ്. അല്ലാഹു എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ മജ്‌ലിസിൽ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. എല്ലാ ഇന്നു മുതൽ